ഹായ്. മൊത്തത്തിൽ തിരക്ക് പിടിച്ചാൽ നമുക്ക് പോകാനായി അതിലിടയ്ക്ക് ഒരു കല്യാണത്തിൻ്റെ തിരക്കാണ്. കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് എല്ലാം കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പം 2 ദിവസം കൂടിയുള്ളൂ, മറ്റന്നാൾ കല്യാണമായി. അതിലിടയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതെല്ലാം വാങ്ങാൻ പോകണം, ഒന്ന് മൈലാഞ്ചി ഇടാൻ പോകണം. അത് കല്യാണ വീട്ടിൽ തന്നെയാണ് പോകേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാവരും. കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് വീഡിയോ ഇതാക്കുന്നുണ്ട്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. 2 ദിവസമായി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് പോയിട്ട് മടങ്ങി വരും. അപ്പോൾ ഇന്ന് പോയിട്ട് ഒന്ന് വിളിച്ചു നോക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എച്ചിയാ? What are you saying? No, it looks like Would you like two to? worms, the yellow and the Oath taking ceremony. upside down, it's transparent upside down. അതാ ആദ്യം വീഡിയോയിൽ പിടിച്ചു. So green the leaves. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. തിരക്ക് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതെല്ലാം വാങ്ങേണ്ട പരിപാടിയായിരുന്നു. വാങ്ങി. ഞാൻ കൊടുത്തത് പിന്നെ ഐലിസ് താവക്കര അല്ലേ, താവക്കര എന്നല്ലേ ചെയ്ത്, താവക്കര ഒരു ഐലിസിലും ഒരു കൺവെൻഷനിലും ഇതായി പോയി കേട്ടോ. ഓട്ടം ചാട്ടം കാരണം ഇട്ട് നോക്കുക, ടൈറ്റ് അടിക്കുക, ലൂസാക്കുക, ആക്കുക, അങ്ങനത്തെ കുറേ പരിപാടിയായി പോയി. അല്ലെങ്കിൽ 14-ാം തീയതി റെഡിയാക്കി വെച്ച സാധനമാണ്. ഓരോരിക്കെ പോകുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ആയിപ്പോയി. പിന്നെ ഇവിടെ കണ്ണൂർ ഗ്ലോബൽ വില്ലേജിൽ ഹയ ഊട്ടിക്കും അവരുടെ ഇവർക്ക് കിട്ടിയിട്ട് പാവാടിയും ബ്ലൗസ് അടിക്കാനും എന്നൊരു ബ്ലൗസ് അടിക്കാനല്ല, മറ്റവർക്ക് മണ്ടേ കൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി അവിടെ കൊടുത്തതാണ്. എല്ലാം ഇനി അയക്കിയാലേ അറിയും എങ്ങനെയാണ് എന്താണെന്നല്ല. നാളെ അമ്പലത്തിൽ പോകേണ്ട പരിപാടിക്കുള്ള ഡ്രസ്സാണ്. ഇനി നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക്. അതിൻ്റെ നടക്കുന്ന എൻ്റെ ഒരു ആൻറ്റീന ചിറക്കുന്ന കൂട്ടാനുണ്ട്. അപ്പോൾ ആൻറ്റീനെയും കൂട്ടിയിട്ട് നമ്മൾ കല്യാണ വീട്ടിലേക്ക്. കല്യാണം ആരാന്ന് പറഞ്ഞാൽ അതൊന്നല്ല, അത് ഒരു ആൻറ്റീൻ്റെ മോളെയാണ്. അപ്പോൾ എല്ലാവരും കാണിച്ചരാട്ടോ, കസിൻസും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും വിനോട്ടം വണ്ടി തന്നെ ഇരുന്നുകൊണ്ട് വിനോട്ടന് വലിയ ക്ഷീണമൊന്നും പിടിച്ചില്ല. മണിക്കൂറുകളോളം നമ്മളെ കാത്തുന്നതിൻ്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. ഞാൻ എനിക്ക് ഡ്രസ്സ് ഇടുക ഊരുവാ, മറ്റേടുക ഊരുവാ. അയ്യോ, ട്രയൽ റൂം കയറിക്കൊരു യുദ്ധം കഴിഞ്ഞ ഫീലായിപ്പോയി. അങ്ങനെയല്ല എന്നുള്ളത്. പറഞ്ഞോ, ഇതേതാ സ്ഥലം? മഞ്ഞ കട്ടിങ്ങ ഇവിടെ. ഇതിനടുത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലേ, ഗ്രീൻ ഗ്രോവ് ഓഡിറ്റോറിയം. ആദ്യ ബോർഡിൽ തന്നെ ഉണ്ട്. ഇതിനടുത്താണ് ആൻറ്റീൻ്റെ വീട്. ആൻറ്റീനെ കൂട്ടാൻ നമ്മളതാ ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ സൈഡിൽ. ഇതാണ് നമ്മളെ കുച്ചേരി. ആദ്യമായിട്ട് കുച്ചേരിനെ പരിചയപ്പെട്ടു. എന്താണെന്ന് അറിയില്ല, എന്നാലും പിടിച്ചോക്കാലോ. അപ്പൊ നമ്മൾ നേരെ പനങ്കാവിലേക്ക്. പതിനര എത്ര പൊന്നു സമയം എത്രയാ? 11:45 കേട്ടാ. കല്യാണം വീട്. അമ്മമ്മ ഇവിടെ ഇരിക്കുന്നു. അമ്മമ്മേനെ കാണിച്ചരാല്ലേ, അമ്മമ്മേനെ. അങ്ങനെ മൈലാഞ്ചി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളിയാണ് ആദ്യം തന്നെ മൈലാഞ്ചിയുടെ റെഡി ആയിട്ടുള്ളത്. നമ്മളെ പുതിയോണ്ണിനെ കാണിച്ചിരുന്നില്ല അല്ലേ, പുതിയോണ്ണ് ഇപ്പം കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് പൈങ്കിളീനെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പൈങ്കിളി ഇട്ട്. ഇതാണ് മാമി, എൻ്റെ മാമിയാണിത്. ഓരോളായിട്ട് അന്നേരം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൻറ്റി, അമ്മ, പിന്നെ അമ്മമ്മ,
പിന്നെ കല്യാണപ്പെണ്ണിൻ്റെ അമ്മ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് വീഡിയോയിലൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ പൊന്നു ഇതാ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഗ്യാപ്പ് അനുസരിച്ചിട്ട് ഇടാം, കാരണം ഒരു ഹാൻഡിലിട്ട് പിന്നെ അതൊന്നും ഇതാകുമ്പോൾ അടുത്താൾ, അങ്ങനെയുള്ള പരിപാടിയാണ് ഇത്. അതായത് കല്യാണത്തിൻ്റെ തലേന്ന്, കല്യാണത്തിൻ്റെ ദിവസമല്ല, അതിൻ്റെ തലേന്ന്, അതിൻ്റെയും തലേന്നാണ് സംഭവം. അപ്പോൾ പുതിയ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് മിസ്സായിപ്പോയല്ലേ. കാരണം ഞാൻ മൈലാഞ്ചി ഇട്ടിരിക്കാൻ തുടങ്ങി, അതുകൊണ്ട് എൻ്റെ ഇനി വീഡിയോസൊന്നും അധികം കിട്ടാൻ സാധ്യതയില്ല. ഇത് കല്യാണത്തിൻ്റെ തിരക്കുകൾ, നല്ല ബാഗ്, പിന്നെ ഫുഡിൻ്റെ എല്ലാം ഐറ്റംസും കാര്യങ്ങളെല്ലാം. സ്വന്തം വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ വിചാരിച്ച പോലെ വ്ളോഗ് പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നാമത് ഞാൻ അന്നത്തെ ദിവസം മൈലാഞ്ചി ഇട്ടിട്ട് എനിക്ക് വിചാരിച്ച പോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഒമ്പടിക്ക് പോയതാ, ഇതാ ഇപ്പോൾ രാത്രി 9 മണി. മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, കുറേ പോയി കേട്ടോ. ലാസ്റ്റ് ഇട്ടത് അപ്പോൾ തന്നെ ഇതാ വരുമ്പോൾ ഇതെല്ലാം പോയി. ശരിക്കും ഞാൻ എൻ്റെതല്ലോ കളഞ്ഞി. ഇടലും ക്ലീൻ ആക്കലും കഴിഞ്ഞു. ഭയങ്കര ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായി, പക്ഷെ എൻ്റെത് നല്ല ചോന്നിനി ഇട്ട്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ബ്രൈഡിനെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുക, തീർന്നില്ല. 5 മണിക്കൂറിനെക്കാട്ടി കൂടുതൽ ഫൈനലി ഒന്നും കാണിക്കാൻ പറ്റാൻ. ഇനിയിപ്പോൾ നാളെ രാവിലെ അമ്പലത്തിലേക്ക് ടെമ്പിൾ ഷൂട്ടിന് വൈകിട്ടുള്ള കുറച്ച് പരിപാടി നല്ല കാര്യം വെച്ചിരിക്കുകയാണ്. ഇനി എല്ലാം ഒന്നെടുക്കണം, നാളത്തെ വേണ്ടുന്നതെല്ലാം റെഡിയാക്കി വെക്കണം. ഇതിപ്പം കഴുകണ്ടെന്ന് വിചാരിക്കുന്നത്, എന്നാൽ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനില്ല ഞാൻ. എൻ്റെത് ഞാൻ വേഗം കഴുകിയിട്ട് അപ്പോൾ ബാക്കി നോക്കട്ടെ. ഗുഡ് ബൈ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളെ കല്യാണത്തിൻ്റെ 2ാമത്തെ ദിവസം, തലേ ദിവസം അമ്പലത്തിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. ഞാൻ ഏകദേശം റെഡിയായി. ഇവിടെ അടുത്തുള്ള അക്ലിയത്ത് അമ്പലത്തിലാണ്. അപ്പോൾ എങ്കിലും റെഡിയായി, നാളെ റെഡിയായി. ദീദി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അറ്റിയ ചോല സ്റ്റൈലായിട്ടാണ്, അതെല്ലാം റെഡി. പിന്നെ അങ്ങനെ എല്ലാവരും റെഡിയായി. ഇതാ 7:00 എത്താണെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇപ്പം അപ്പൊ നമുക്ക് ബാക്കി അമ്പലത്തിൽ നിന്ന് പെണ്ണിനെയും ആൾക്കാരെല്ലാം കാണിക്കാട്ടാ. അങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് ഇല്ലാന്ന് തോന്നുന്നു. അല്ല, നമുക്ക് അമ്പലത്തിലേക്ക് നമുക്ക് പെട്രോൾ അടിക്കണം, പക്ഷെ അങ്ങനത്തെ ചില പരിപാടിയെല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളെ അക്ലിയത്ത് അമ്പലം ഒന്ന് കാണിച്ചു നോക്കട്ടെ. വെയിറ്റിംഗ്. ഇതൊന്നും ഹോട്ടലൊന്നുമല്ല, ഇങ്ങനെ ആലോചിച്ചിട്ട് പരിപ്പട, ദോശ, മസാല ദോശ പരിപ്പടിയില്ല, സ്റ്റോക്കില്ല. അപ്പോൾ അമ്പലത്തിലെത്തി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടിയുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടിപ്പം ബ്രൈഡിൻ്റെ മാത്രമായിട്ട് എടുക്കുകയെന്ന്. അപ്പോൾ നമ്മളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇനി എവിടെയും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ചർച്ചയിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയുള്ള വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റില്ല, കാരണം നമ്മളെല്ലാവരും ഫോട്ടോയിൽ എടുക്കുമ്പോൾ വ്ളോഗ് പിടിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് അക്ലിയത്ത് അമ്പലം, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നമ്മളവിടുന്ന് ചർച്ച നടക്കുകയും നമ്മൾ ഫോട്ടോ എടുക്കും. ആദ്യം ഒരു ട്രിപ്പ് പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് വരാം, അപ്പോൾ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് കഴിക്കാമെന്നൊക്കെ. അപ്പോൾ ഞാനും വിനോട്ടനും മാമൻ്റെ മോനും കൂട്ടിലെല്ലാം കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അതെല്ലാം കഴിച്ച് വരുമ്പോഴേക്ക് ഇവരെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്രൈഡ് ഞാൻ ശരിക്കും ഇപ്പോഴേ കാണുന്നുള്ളൂ അല്ലേ, നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെഡ് ബ്ലൗസ് ഇട്ടതാണ് ബ്രൈഡ്. അപ്പോൾ അവളെ സിസ്റ്റർ ഫ്രണ്ട്, അതുപോലെ അവളെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മളെ അമ്പല ഷൂട്ടെല്ലാം കഴിഞ്ഞ്, അയ്യോ ഒരു വളവിന് ഒരു ഓട്ടോ കാറും, ഒരു ഓട്ടോ നമ്മളെ കാർ ഓണടിച്ചാണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു തന്നല്ലേ. എന്നിട്ട് നമ്മൾ അടുത്തായതുകൊണ്ട് വന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് വീണ്ടും കല്യാണ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം, ഉച്ചവരെ കാര്യമായ പരിപാടിയൊന്നുമില്ല, അടുത്ത റിലേറ്റീവ്സ് എല്ലാം ഉള്ളൂ. എന്നാലും നമ്മൾ പോയി ഇനി ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം വന്നിട്ട് വേണം പാർട്ടിക്ക് റെഡി ആയിട്ട് പോകാൻ. അപ്പോൾ അങ്ങനെയല്ലാന്നുള്ള നമ്മൾ ഓട്ടത്തോട് ഓട്ടം എല്ലാവരും ക്ഷീണിച്ചു. സമയം ഇപ്പോൾ 11:20. നമ്മൾ 10:15 മടങ്ങിയില്ലേ അമ്പലത്തിൽ നിന്ന്. എന്നിട്ട് കുറച്ച് വാഷ് ചെയ്യാനുണ്ട്. അതിലെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഇരിച്ചിനൊന്നുമില്ല, ചപ്പാടും തിരിച്ച് എത്തി ഫുഡ് കഴിച്ചപ്പോൾ മടങ്ങണ്ടല്ലേ, നല്ല വൈകുന്നേരം നമുക്ക് സെറ്റാകാൻ പറ്റും.
അങ്ങനെയല്ല എന്നുള്ളത്. ബാക്കി കല്യാണത്തിൻ്റെ ഉച്ചക്കത്തെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ഓക്കെ. സ്റ്റേജ് പണി എന്തെന്ന് സ്റ്റേജാ ഓക്കെ. ഇത് സ്ഥലമുണ്ടോ? സ്ഥലമുണ്ടോ ശരിക്കും? ഹലോ ഗേസ്, നമ്മളിതാ ഓളെ മുടി അങ്ങനെയല്ല, ഓള് നയിച്ചിടും. ഇപ്പം ആകെ ചൂട്, മഴ ഒരുപാട് പെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് നല്ല ചൂട്. ഇതാ ഭയങ്കര ഇതാ ഇതിനോട്ടെ ഗേറ്റ് കൂട്ടുന്നേ ഉള്ളൂ. ഓൾറെഡി ഗേറ്റ് പിന്നെ ഉച്ചക്ക് കഴിഞ്ഞ് വന്ന് ഉച്ചക്കട നിർത്തിയതേനല്ലേ വീഡിയോ. ഫുഡെല്ലാം കഴിക്കുന്ന നിർത്തുന്ന. പിന്നെ നമ്മൾ ഈ 4 മണി നമുക്ക് വീട്ടിലെത്തിന്. പിന്നെ റെഡിയായി എല്ലാം വരുമ്പോൾക്ക് എല്ലാവരും ഒന്ന് സെറ്റാവണ്ടേ. ഇതാ ഇങ്ങോട്ടെ. അപ്പോൾ നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് എല്ലാവരും എത്തി വിളിക്കുന്നുണ്ട്. നമ്മളെ ലേറ്റ് ആയി പോയി തോന്നുന്നു. ഓക്കെ. എൻ്റെ ഡ്രസ്സ് കണ്ട, ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അല്ല ഭയങ്കര പൊന്നുവിൻ്റെത് ലുലുന്നല്ല അല്ലേ. അപ്പോൾ ഓക്കെ. ചോദിച്ചിന് അവിടെ എത്തിയിട്ട് ആ ഒക്കൊന്നും താല്പര്യമില്ല. ഓള് അതാ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം സ്റ്റേജിലെല്ലാം ബ്രൈഡൊക്കെ കയറി പരിപാടി സ്റ്റാർട്ട് ചെയ്തിന്. അപ്പോൾ ഈ വന്നിരിക്കുന്നത് ഗ്രൂമിൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെയാണ്. കാരണം നമ്മളെ നാട്ടിൽ ചിലയിടയ്ക്കൊക്കെ കല്യാണമായിട്ടാണ് പിന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുവരിക. കല്യാണ പെണ്ണിന് വേണ്ടുന്നത് ദൂരങ്ങളിലുള്ളവരൊക്കെ തലേന്നൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇവർ തലേന്ന് കൊണ്ടുവന്നിട്ടുണ്ടായ അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. പെണ്ണിന് കല്യാണ പിന്നെ എടുക്കേണ്ട സാരിയും ഇതൊക്കെ പിന്നെ ചെക്കൻ്റെ പെങ്ങൾ കൊടുക്കുന്ന സംഭവം അധികർക്കും അങ്ങനെ തന്നെയായിരിക്കും. അഥവാ ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിലെന്ന് ചോദിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ചെക്കൻ്റെ പെങ്ങൾ. അപ്പോൾ പെങ്ങൾ പിന്നെ നമ്മളെ ബ്രൈഡിന് ഇത് പിന്നെ പെട്ടി കൊടുക്കുക. അതിൽ സാരി, അപ്പോൾ അവർക്ക് വേണ്ടുന്ന കല്യാണ ദിവസത്തിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ടാവുക. അപ്പോൾ ചടങ്ങാന്ന് എല്ലാവരുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണോ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ചിലർക്ക് എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോഴൊക്കെ ഡ്രസ്സ് മാറിയിട്ട് പോകുന്നൊക്കെയാണല്ലേ. കാരണം നമ്മളെ ഇതിലങ്ങനെയല്ല. അതുപോലെ ചെക്കൻ കൊണ്ടുവരുന്ന സാരി ഉടുത്തിട്ട് തന്നെയാണ് നമ്മൾ പന്തലിലേക്ക് ഇറങ്ങുക. അപ്പോൾ അത് ചില ദിവസം അന്ന് രാവിലെ കൊണ്ടുവരും, ചിലയിടയ്ക്ക് രാവിലെ തലേന്ന് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ തലേന്ന് കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പോൾ ആ ചടങ്ങാണ് ഇത്. അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ പിന്നെ പിടിച്ചില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, മൊത്തം എല്ലാവരും കാണുമ്പോൾ നമുക്ക് സംസാരിക്കുകയോ വേണ്ടേ, വ്ളോഗ് പിടിക്കുകയോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. ഇതന്നെ കുറച്ച് വീഡിയോ ഇവിടുന്ന് പിടിച്ചത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എടുത്തതാണ്. അല്ലാണ്ട് ഞാനായിട്ട് അധികം ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് റിലേറ്റീവ്സിനെല്ലാം കാണുന്നത്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കലും ആ ഒരു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ നമ്മൾ കുറച്ച് എല്ലാവരോടും സംസാരിക്കാനും ഇതൊക്കെ നിന്നപ്പോൾ കുറേ വീഡിയോ മിസ്സായി. അപ്പോൾ അത്യാവശ്യമുള്ളതൊക്കെ ഞാനൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതാണ് നമ്മളെ ഫാമിലി. അമ്മേൻ്റെ ബ്രദർ, സിസ്റ്റർ, അവരെ ഹസ്ബൻഡ്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിയിട്ട്, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഓരോ കസിൻസിനെയൊന്നും എടുത്ത് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കാണുമ്പോൾ സംസാരിക്കുന്നതിന് തിരക്കുകൊണ്ട് ഓരോളെ പ്രത്യേകിച്ചിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ആരെല്ലാം വിട്ടുപോയിട്ടും ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഈ ഒരു ലാസ്റ്റിലുള്ള ഇതിൽ നമ്മൾ ഫാമിലി മൊത്തം എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് കൊണ്ട് അതിൽ എല്ലാവരും പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്ന് ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോയെ പെട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാവരും കസിൻസൊക്കെ നിന്നിട്ട് എല്ലാവരും കൂടി എടുത്തത് ഇതേപോലെ നിൽക്കുമ്പോൾ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് പെട്ടില്ല.
ബ്യൂട്ടീഷ്യനൊക്കെ അതുള്ള വെയിറ്റിംഗ്. എൻ്റെ ഒച്ചെല്ലാം പോയി കിടക്കുന്നതാണ്. എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയില്ലാന്ന് സംഭവങ്ങൾ. ഹലോ, അങ്ങനെ നമ്മൾ അങ്ങനെ കല്യാണ ദിവസമെത്തി റെഡിയായി പിന്നെ ആദ്യം റെഡിയാക്കി കാണിച്ചിടാം. ഒന്നത്ര മാത്രം ചെറിയ ഫൈനൽ ടച്ചപ്പ്. ഓ, നമ്മളിതാ ഓഡിറ്റോറിയത്തിലെത്താനായി. പൊന്നുനായിട്ട് കാണിച്ചാൽ നിങ്ങൾ അങ്ങനെ എനിക്ക് ചുമയെല്ലാം പിടിച്ചിട്ട് ആ സൗണ്ടെല്ലാം പോയിട്ടില്ല. എന്നാ വയ്ക്കാൻ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് ദിനേശ് ഓഡിറ്റോറിയം തണക്ക് 12 മണിക്കും 12 കൂടില്ല മുഹൂർത്തം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് വേണം റിസപ്ഷന് പോകാൻ. അതെല്ലാം നിൻ്റെ പരിപാടി. അപ്പോൾ ഇപ്പം ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ പന്തലിലെല്ലാം ഇറങ്ങേണ്ടിയാണ്. അതുകൊണ്ട് വീഡിയോ ഒന്നും എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെയല്ല ഉള്ള, എന്നാലും കുറച്ചെണ്ണം പിടിക്കാം. ഓക്കെ. ഓഡിറ്റോറിയം നമുക്ക് കല്യാണത്തിന് മുമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ. അതുകൊണ്ട് നമ്മളിതാ ഇപ്പം ഓഡിറ്റോറിയം സ്റ്റേജ് മതിയപ്പ. ഗൈസ് എല്ലാവരും റെഡിയായി തുടങ്ങി പോകാനുള്ള പരിപാടി. കീർത്തന ഇറങ്ങാൻ നിൽക്കുന്നില്ല അല്ലേ? കീർത്തന ഇറങ്ങാൻ നിൽക്കുന്നില്ല. ഓരോ ഡ്രസ്സൊന്നും ഇട്ടില്ല പോലും. വീഡിയോ പിടിക്കണേ. മമ്മി കീർത്തനേച്ചിനെ വേണമെന്നേ ഇതാ നമ്മളെ കല്യാണം കഴിഞ്ഞ് വന്ന് അടുത്ത റിസപ്ഷൻ റെഡി ആയിട്ടുണ്ട്. അടുത്തത് റിസപ്ഷൻ ഓരോടായിട്ട് റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ ഹൈവേയിലെത്തും. അവിടെ വണ്ടി വരും. അവിടെ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനാണ് പരിപാടി. അപ്പോൾ ഇതാ വന്നിട്ട് ഇതാ സാരിയെല്ലാം ഓടിയിട്ടിട്ട് കഴിഞ്ഞു. വേഗം ഒരു പരിപാടിയാണ്. അപ്പോൾ റിസപ്ഷൻ്റെ വീഡിയോ ഒന്നും ഉണ്ടാവുന്ന സാധ്യതയില്ല. ഞാൻ ചെക്കനെയും പെണ്ണിനെയും ജസ്റ്റ് ഒന്ന് കാണിക്കാം അവിടെ എത്തിയാലേ. അത്രയേ ഉള്ളൂ. അതോടെ നമ്മളെ ഈ കല്യാണ വീഡിയോ തീരും. ഓക്കെ. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. നമ്മളൊരു വണ്ടി കയറി എല്ലാവരും കൂടി ഇതപ്പം പെണ്ണിൻ്റെ അനിയത്തി നേരത്തെ കണ്ടിനോന്ന് അറിയുന്നില്ല. ഇപ്പോൾ കാരണം കരഞ്ഞ് ക്ഷീണിച്ചിരിക്കും അവൾ. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയ സങ്കടത്തിൽ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നിന്ന് വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രകൃതി സുന്ദരമായ പല സംഭവങ്ങളും കണ്ടത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ട് എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്യാമറയൊന്നും ആദ്യമേ റെഡിയാക്കി വെച്ചില്ല. അതുകൊണ്ട് കുറേ
ആദ്യമെല്ലാം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് രാമന്തളിയാണ്. പ്രോപ്പർ സ്ഥലം എനിക്കറിയില്ല. നമ്മളിപ്പോൾ പറയുമ്പം രാമന്തളി എന്നാണ് പറയുന്നത്. അതിൻ്റെ എവിടെയാണ് എന്താണെന്ന് എനിക്കുള്ള ഐഡിയ ഇല്ല. പക്ഷേ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കുറച്ച് മാത്രം ഒന്ന് കാണിക്കാൻ ചോദിച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ അതിന് നടുക്ക് നമ്മൾ ഫുഡ് അടി പരിപാടിയെല്ലാം കഴിഞ്ഞു. ബുഫേ ആയിരുന്നു. അതൊന്നും വീഡിയോയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ആണ് ചെക്കനെയും പെണ്ണിനെയും കാണിക്കുന്നത്. അതിലിടക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കഴിഞ്ഞു. ഇവിടുന്ന് ഒരു കേക്ക് മുറി ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് മുറിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഈ കല്യാണ വീഡിയോ. കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്, കുറേ പേരെ മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വിചാരിച്ച പോലെ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും ആക്കാനൊന്നും പറ്റിയില്ല. കാരണം കുറേ എന്താ പറയണ്ടേ, നാട്ടിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് തന്നെ ഈ കല്യാണം നോക്കിയിട്ടായിരുന്നു. കാരണം നമ്മുടെ ലീവും എല്ലാം നോക്കിയിട്ട് ഒരു ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു കല്യാണത്തിന് പങ്കെടുക്കുക എന്നുള്ളത്. പിന്നെ അപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ, ഒരു ചെറിയ വീഡിയോ അതും കൂടി ഉണ്ടാവും. ഇനി അത് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ അറിയും അതും എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിച്ച ഒരു കല്യാണം, കാത്തിരുന്ന് കിട്ടിയ കല്യാണം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. നമ്മളെല്ലാവരോടും അവിടുന്ന് പറഞ്ഞു ബൈ ബൈ പറഞ്ഞു നമ്മൾ മടങ്ങി. അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഈ ഒരു ചെറിയതല്ല, ഇച്ചിരി ലെങ്ത് ഉണ്ട്, എന്നാലും കല്യാണ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.